Auditorium, 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 auditorium. Bismillah, walhamdulillah, wassalatu wassalamu ala ashrafil mursalin wa ala alihi wa sahbihi ajma'in, amma ba'd. മാപ്പിള മഹാകവി മർഹൂം മോയിൻ കുട്ടി എഴുതിയ രചനകൾ സമ്പുഷ്ടമാക്കിയ ബദർ കിസ്സ പാട്ടിൽ നിന്നും ഏതാനും ചില ഭാഗങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ലോകത്തിന്റെ നേതാവ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്നും ശത്രുക്കളുടെ ശല്യം സഹിക്കവയ്യാതെ തന്റെ ജന്മനാടായ മക്കയിൽ നിന്നും ശത്രുക്കളുടെ ശല്യം സഹിക്കവയ്യാതെ മദീനയിലേക്ക് പലായനം ചെയ്യുകയാണ്. മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെത്തി മദീനയിലെത്തിയ മുത്തനബിയും സ്വഹാബത്തും മക്കയിൽ അനുഭവിച്ച അതേ ശത്രുക്കളുടെ ശല്യം മദീനയിലും അനുഭവപ്പെടുകയാണ്. എത്രത്തോളം എന്നാൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സ്വഹാബാക്കളുടെയും സ്വത്തുക്കൾ അപഹരിച്ചുകൊണ്ട് ഒരു സംഘം ഷാമിലേക്ക് കച്ചവടത്തിന് പോവുകയാണ്. അബൂ സുഫിയാനും സംഘവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സ്വഹാബത്തിന്റെയും സ്വത്തുക്കൾ അപഹരിച്ചുകൊണ്ട് ഷാമിൽ നിന്നും കച്ചവടവും കഴിഞ്ഞ് കൊള്ള ലാഭവുമായി തിരിച്ചു വരുന്നു എന്ന വാർത്തയാരിന് തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി. ഒരിക്കലും അതൊരു യുദ്ധത്തിനായിരുന്നില്ല, നാം മനസ്സിലാക്കണം. പിന്നീട് അതൊരു യുദ്ധമായി പരിണമിക്കുകയായിരുന്നു. എന്നിരുന്നാലും മുത്തുനബിയും സ്വഹാബത്തും തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ബദറിന്റെ രണാങ്കണത്തിലേക്ക് നീങ്ങുകയാണ്. ബദറിന്റെ രണാങ്കണത്തിലെത്തി തങ്ങളുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി അവിടെ ഒരു കൊച്ചു തടാകം നിർമ്മിക്കുകയാണ്. അതിനടുത്ത് മുത്തുനബിയും സ്വഹാബത്തും അവിടെ തമ്പടിച്ചിരിക്കുമ്പോൾ അതാ ഒരു മനുഷ്യൻ ആ തടാകത്തിനടുത്തേക്ക് കടന്നു വരുന്നു. ഹക്കീം എന്ന ഒരു പാവം മനുഷ്യൻ അത് ആ തടാകത്തിൽ നിന്നും ഒരൽപ്പം ജലം എടുത്തുകൊണ്ട് തിരിച്ചു പോകാൻ ഒരുങ്ങുമ്പോൾ സ്വഹാബത്തിന് പിതാക്കളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അങ്ങ് കാണുന്നില്ലേ അതാ ഹക്കീം എന്നയാൾ നമ്മുടെ തടാകത്തിൽ നിന്നും വെള്ളമെടുത്തുകൊണ്ട് തിരിച്ചു പോകുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇങ്ങനെ, ഹക്കീം എന്നയാൾ ഒരു പാവമാണ്, യാതൊരു കുഴപ്പമുണ്ടാക്കാത്ത ഒരു സാധു മനുഷ്യനാണ്, എന്നെ മക്കയിൽ വെച്ച് സഹായിച്ച വ്യക്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ അനുയായികളോടെ ഇരുത്തുകയുണ്ടായത്. അപ്പോൾ ഹക്കീം എന്നയാൾ തനിക്ക് ആവശ്യമായ ഒരു ജലവും എടുത്ത് ശാന്തമായി പിന്മാറി. പിന്നീട് മറ്റൊരാൾ ആരാണത്? ഖുറൈശികളുടെ വിജ്ഞാനി വീരനായ അസദുൽ അനസ് ചാടിക്കൊണ്ട് മുന്നോട്ട് വരുന്നു തടാകത്തിനടുത്തേക്ക്. ആരട സുജഹത്തുരത്തമൈ ഹൗലിൽ നീണ്ട് കുടിപ്പവൻ ഞാനുമുറ്റ നബിയുന അമരേണ്ടി ഹൗലുടടുപ്പതാർ ഞാനിരിക്കവെ ജിന്നുമിൻസിലും നാങ്ക് ദിക്കിലുമില്ല പേനപോദസ്തുൽ ഹരിഹംസ ചാടിയടുത്തുടൻ ആരടാ ശുജഹത്തുരത്തമൈ ഹൗലിൽ നീണ്ട് കുടിപ്പവൻ ഞാന് മുറ്റ നബിയുന അമരേണ്ടി ഹൗലിൽ അടുപ്പതാർ ഞാനിരിക്കവെ ജിന്നുമിൻസിലും നാങ്ക് ദിക്കിലുമില്ല പേർ. മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു തങ്ങൾ തടാകത്തിനടുത്തേക്ക് ചെന്നുകൊണ്ട് അവിടെ കാവൽ നിൽക്കുകയാണ്. അപ്പോഴതാ ഖുറൈശികളുടെ വില്ലാളിയനായ അസദുൽ അനസ് തടാകത്തിനടുത്തേക്ക് ആക്രോശിച്ചുകൊണ്ട് കടന്നു വരികയാണ്. എനിക്ക് ഈ തടാകത്തിൽ നിന്നും വെള്ളമെടുക്കണം, എനിക്കിത് പൊളിക്കണം എന്ന് ആക്രോശിച്ചുകൊണ്ട് അസദുൽ അനസ് മുന്നോട്ട് കടന്നപ്പോൾ ഹംസ തങ്ങൾ ചാടിക്കൊണ്ട് പറഞ്ഞു, നിൽക്കവേണേ. എന്തിനാണ് അയാൾ കടന്നു വന്നത്? ശാന്തമായി വന്നുകൊണ്ട് നേരത്തെ ആ ഹക്കീം എന്നയാൾ ചെയ്തതുപോലെ തനിക്ക് ആവശ്യമായ അല്പം വെള്ളമെടുത്തുകൊണ്ട് മാന്യമായ രീതിയിൽ തിരിച്ചു പോകാനായിരുന്നെങ്കിൽ മുത്തുനബിക്കും സ്വഹാബത്തിനും യാതൊരുവിധ കുഴപ്പമില്ല. എന്നാൽ അങ്ങനെയല്ല, ആ തടാകം പൊളിക്കാൻ വേണ്ടിയാണ് അസദുൽ അനസ് മുന്നോട്ട് ചാടിക്കൊണ്ടുവന്നിരിക്കുന്നത്. മഹാനായ ഹംസ തങ്ങൾ അസദുൽ അനസിനെ തടുത്തുകൊണ്ട് അവിടെ ഒരു തന്ത്ര യുദ്ധത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്.
ഒരുപാട് സമയം നീചമായ വാക്കുകൾ കൊണ്ടും മറ്റും അവിടെ ഒരു ദന്തയുദ്ധം അരങ്ങേറുന്ന ഒരു സാഹചര്യമാണ് ബദറിന്റെ രണാങ്കണത്തിൽ നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒടുവിൽ അതാ ഹംസ തങ്ങളുടെ ഒരൊറ്റ വെട്ടിന് അസദുൽ അൻസദ മുത്തനബിയുടെ സഹാബത്തിന്റെ മുമ്പിൽ അവിടെ വീണ് കിടക്കുകയാണ്. സഹിക്കുമോ? ഇല്ല. തങ്ങളുടെ വില്ലാളി വേരനായ തങ്ങളുടെ നേതാവായ അസദുൽ അൻസദ മുഹമ്മദിന്റെ കൂട്ടരുടെ മുമ്പിൽ വീണ് കിടക്കുകയാണ്. ഖുറൈശികൾ ആക്രോശിച്ചുകൊണ്ട് മുന്നോട്ട് കടന്നു വന്നു. ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങളെയല്ല, ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ നാട്ടുകാരെയും മക്കാരെയാണ്, അൻസോരികൾ ഞങ്ങൾക്ക് വേണ്ട എന്ന് ആക്രോശിച്ചുകൊണ്ട് അവരെ താൻ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് കടന്നു വരികയാണ്. മുഹാജിറിന്റെ ബാക്ക് കേട്ട് മുന്തി മുണ്ട് സിംഹര, മുന്നിലെ ഉബൈദത്തും പിന്നംസയും വഹൈദറ, ജിഹാബ് ഹത്ത് രണ്ട് സഫിടക്കു ചെണ്ടു ഹാവിറ, ചിർമതം തിരിത്ത് കൊണ്ട് ജോഡി അന്ത കാഫിറ. മുഹാജിറിന്റെ ബാക്ക് കേട്ട് മുന്തി മുണ്ട് സിംഹര, മുന്നിലെ ഉബൈദത്തും പിന്നംസയും വഹൈദറ, ജിഹാബ് ഹത്ത് രണ്ട് സഫിടക്കു ചെണ്ടു ഹാവിറ, ചിർമതം തരിത്ത് കൊണ്ട് ജോഡി അന്ത കാഫിറ. ഉത്ബത്തും ശൈബത്തും വലീദും അതാ മുത്തുനബിയുടെ സഹാബാക്കളായ അലിയാർ തങ്ങളോടും ഹംസ തങ്ങളോടും ഉബൈദ തങ്ങളോടും ഘോരമായ യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടെ അതാ മറുവശത്തു നിന്നും ഒരു ഘോരമായ ശബ്ദം. കൂട്ടത്തിൽ ഏറ്റവും പ്രായം കൂടുതലുണ്ടായിരുന്ന ഉത്ബത്തും ഉബൈദ തങ്ങൾ തമ്മിലതാ അവിടെ വെട്ടുകൊണ്ട് കിടക്കുകയാണ്. മഹാനായ ഉബൈദ തങ്ങൾ കിടക്കുന്ന കണ്ടപ്പോൾ അലിയാർ തങ്ങളും ഹംസ തങ്ങളും ഉബൈദ തങ്ങളെ താഴെ എടുത്തുകൊണ്ട് ഇലാഹുറത്തി മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പുകിന്തർ ഇരുപേരും അതിശയത്തിൽ പുകയും ഹബീബുള്ള തിരുമുമ്പത്തി, ചുഗന്തേ ഉബൈദത്തും എടുത്തതമ്മ, ചൊകിന്തേ വരും വായി കോശികൈതമ്മ. പുകിന്താർ ഇരുപേരും അതിശയത്തിൽ പുകയും ഹബീബുള്ള തിരുമുമ്പത്തി, ചുഗന്തേ ഉബൈദത്ത് എടുത്തതമ്മ, ചൊകിന്തേ വരും വായി കോശു കൈതമ്മ. കാലിന് വെട്ടേറ്റ ഉബൈദ തങ്ങളെ താങ്ങി പിടിച്ചുകൊണ്ട് ഹംസ തങ്ങളും അലിയാർ തങ്ങളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ ഉബൈദ തങ്ങൾ നബി തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, എന്റെ കാലിന് മാത്രമേ പരിക്കേറ്റിട്ടുള്ളൂ, ഞാൻ ബദരീങ്ങളിൽ ഉൾപ്പെടുകയില്ലേ എന്ന് വളരെയധികം വിഷമത്തോടു കൂടി ഉബൈദ തങ്ങൾ നബി തങ്ങളോട് ചോദിക്കുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നിങ്ങളാണ് ബദരീങ്ങളിൽപ്പെട്ട ഏറ്റവും ഉന്നതൻ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനവർകളെ ആശ്വസിപ്പിക്കുകയുണ്ടായത്. ഇത്തരത്തിൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടാണ് മഹാന്മാരെ സ്വഹാബത്തും നമ്മുടെ പിൻഗാമികളും ഈ ദീനുൽ ഇസ്ലാമെ ഇവിടെ ഈ കാണുന്ന അവസ്ഥയിൽ എത്തിച്ചത്. ഈ പരിശുദ്ധ ഇസ്ലാമിനെ ഇനിയും യാതൊരു കോട്ടവും പറ്റാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ വാക്കുകൾ വിടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.